ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫെബ്രുവരി 1 മുതൽ 8 തീയതി 7 തീയതി വരെയുള്ള പത്രത്തിലെ കറണ്ട് അഫയേഴ്സാണ് നോക്കിയത്. ഈ ആഴ്ച നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി 8 തീയതി മുതൽ 15 തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സാണ്. പത്രത്തിൽ വന്ന കാര്യങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനും എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2024 സംസ്ഥാന സർക്കാരിൻ്റെ കലാപുരസ്കാരങ്ങൾ. 2024 സംസ്ഥാന കഥകളി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? കലാനിലയം ഉണ്ണികൃഷ്ണൻ കഥകളി സംഗീതജ്ഞനാണ്. കലാനിലയം ഉണ്ണികൃഷ്ണനാണ് കഥകളി സംഗീതജ്ഞനാണ്. 2024 സംസ്ഥാന കഥകളി പുരസ്കാരം ആർക്കാണ്? കലാനിലയം ഉണ്ണികൃഷ്ണൻ കഥകളി സംഗീതജ്ഞനാണ്. അടുത്തത് കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ കഥകളി വേഷത്തിനാണ്. കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താന് സംസ്ഥാന കഥകളി പുരസ്കാരം ലഭിച്ചത്. അടുത്തത് വാദ്യകലാരംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചോറ്റാനിക്കര വിജയൻ മാരാർ. വാദ്യകലാരംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം ലഭിച്ചത് ചോറ്റാനിക്കര വിജയൻ മാരാർ. അടുത്തത് കേരളീയ നൃത്തനാട്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വിനീത നെടുങ്ങാടി. എന്തിനാണ്? മോഹിനിയാട്ടത്തിനാണ് വിനീത നെടുങ്ങാടി. കേരളീയ നൃത്തനാട്യ പുരസ്കാരം ലഭിച്ചത് വിനീത നെടുങ്ങാടി, മോഹിനിയാട്ടം. അടുത്തത് കുട്ടികളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾ പുലർത്തേണ്ട ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിക്കുന്ന ഓഡിയോ പോഡ്കാസ്റ്റ് സീരീസ് അറിയപ്പെടുന്ന എന്താണ്? പാരൻറ്റിംഗ് പോഡ്കാസ്റ്റ്. കുട്ടികളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾ പുലർത്തേണ്ട ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിക്കുന്ന ഓഡിയോ പോഡ്കാസ്റ്റ് സീരീസ് ഏതാണ്? പാരൻറ്റിംഗ് പോഡ്കാസ്റ്റ്. അടുത്തത് വിദ്യാർത്ഥികളുടെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? അക്ഷരം ആരോഗ്യ പദ്ധതി. അക്ഷരം ആരോഗ്യ പദ്ധതി. വിദ്യാർത്ഥികളുടെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? അക്ഷരം ആരോഗ്യം പദ്ധതി. അക്ഷരം ആരോഗ്യം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? മലപ്പുറം. ഇമ്പോർട്ടൻ്റ് ആണ്. അക്ഷരം ആരോഗ്യം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല മലപ്പുറം. അടുത്തത് സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോൾ ചാമ്പ്യന്മാർ ആരാണ്? ഇന്ത്യയാണ്. സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോൾ ചാമ്പ്യന്മാർ ഇന്ത്യ. അടുത്തത് 2026 ഫെബ്രുവരിയിൽ നടന്ന ജപ്പാൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആരാണ്? സനെ തകൈച്ചി. സനെ തകൈച്ചിയാണ്. ജപ്പാൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് ആര്? സനെ തകൈച്ചി. അവരുടെ പാർട്ടി ഏതാണ്? LDP, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അടുത്തത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൻ്റെ 79ാം പതിപ്പിൽ ചാമ്പ്യന്മാർ ആരാണ്? സർവീസസ് ആണ്. വേദി ഏതാണ്? ആസാം ആയിരുന്നു ചാമ്പ്യന്മാർ. സർവീസസ് കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. കേരളത്തെ പരാജയപ്പെടുത്തി സർവീസസ് ചാമ്പ്യന്മാരായി വേദി ആസാം. 79ാമത് സന്തോഷ് ട്രോഫിയാണ്. 79. അടുത്തത് ലോകത്തിലെ ഏറ്റവും ശക്തരായ സ്ത്രീകളിൽ എന്ന തലക്കെട്ടിൽ ഫോബ്സ് പട്ടികയിൽ ആദ്യ 100 സ്ഥാനങ്ങൾ ഇടം നേടിയ 3 ഭാരതീയ വനിതകൾ ആയിരിക്കും നമുക്ക് നോക്കാം. ഒന്നാമതായി 24ാം സ്ഥാനത്ത് ആരാണ്? നിർമ്മല സീതാരാമൻ. ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയാണ് ആര്? നിർമ്മല സീതാരാമൻ 24ാം സ്ഥാനത്ത്. അടുത്തത് 76ാം സ്ഥാനത്ത് റോഷ്നി നാടാർ മൽഹോത്ര. HCL CEO ആണ്. HCL CEO. 76ാം സ്ഥാനം റോഷ്നി നാടാർ മൽഹോത്ര. HCL CEO റോഷ്നി നാടാർ മൽഹോത്ര. 76ാം സ്ഥാനം. അടുത്തത് കിരൺ മജുംദാർ. 83ാം സ്ഥാനത്താണ് കിരൺ മജുംദാർ. ഭാരതത്തിലെ ഫാർമസ്യൂട്ടിക്കൽ ഹെൽത്ത് കെയർ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണ് ആര്? കിരൺ മജുംദാർ. 83ാം സ്ഥാനം. അടുത്തത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ 46 വർഷമായി മുടങ്ങിക്കിടക്കുന്ന കേന്ദ്ര സർക്കാർ നിർമ്മാണം ആരംഭിക്കുന്ന ചെനാബ് നദിയിലെ മെഗാ അണക്കെട്ട് ഏതാണ്? സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ 46 വർഷമായി മുടങ്ങിക്കിടക്കുന്ന കേന്ദ്ര സർക്കാർ നിർമ്മാണം ആരംഭിക്കുന്ന ചെനാബ് നദിയിലെ മെഗാ അണക്കെട്ട് ഏതാണ്? സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതി. ചെനാബ് നദിയിലാണ്. ചെനാബ് നദിയിലെ മറ്റു പദ്ധതികൾ ഏതൊക്കെയാണ്? കിഷ്താറിലെ പക്കൽദുൽ പദ്ധതി 1000 മെഗാവാട്ട് പദ്ധതിയാണ്. ചെനാബ് നദിയിലെ ഏറ്റവും വലിയ പദ്ധതിയാണ്. ഉയരം 167 മീറ്ററാണ്. ഉയരം 167 മീറ്റർ. അടുത്ത 2 പദ്ധതികളാണ് ക്വാർ പദ്ധതിയും കിരു പദ്ധതിയും. ഇത് ഏത് നദിയിലാണ്? ചെനാബ് നദിയിലാണ്. അടുത്തത് രാജ്യത്ത് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഡൽഹി പോലീസ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0. രാജ്യത്ത് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഡൽഹി പോലീസ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0.
അടുത്തത് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI ഏത് രാജ്യത്ത് നടപ്പാക്കുമെന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്? മലേഷ്യ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI ഏത് രാജ്യത്ത് നടപ്പാക്കുമെന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്? മലേഷ്യ. ഭ്രമണപഥത്തിലെ വസ്തുക്കളെ ഒപ്പിയെടുത്ത ഇന്ത്യൻ സ്വകാര്യ സാറ്റലൈറ്റ് ഏതാണ്? AFR ഉപഗ്രഹമാണ്. AFR ഉപഗ്രഹം. ഭ്രമണപഥത്തിലെ വസ്തുക്കളെ ഒപ്പിയെടുത്ത ഇന്ത്യൻ സ്വകാര്യ സാറ്റലൈറ്റ് ഏതാണ്? AFR ഉപഗ്രഹം. വികസിപ്പിച്ചത് അസിസ്റ്റ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അഹമ്മദാബാദ്. വികസിപ്പിച്ചത് അസിസ്റ്റ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അഹമ്മദാബാദ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ചിത്രങ്ങളാണ് പകർത്തിയത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ചിത്രങ്ങളാണ് പകർത്തിയത്. അടുത്തത് 2026 വയസ്സായ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ ആണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാടുമാണ്. വയസ്സായ സംസ്ഥാനങ്ങൾ വിഭാഗത്തിലാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്. 60 വയസ്സ് കഴിഞ്ഞവർ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയിൽ 15% അതിൽ കൂടുതലോ ആകുമ്പോഴാണ് ഒരു സംസ്ഥാനം വയസ്സായ ഗണത്തിൽ എത്തുന്നത്. 60 വയസ്സ് കഴിഞ്ഞവർ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയിൽ 15% അതിൽ കൂടുതലോ ആകുമ്പോഴാണ് സംസ്ഥാനം വയസ്സായ ഗണത്തിൽ എത്തുന്നത്. അടുത്തത് 2026 ഫെബ്രുവരിയിൽ പോർച്ചുഗൽ പ്രസിഡന്റ് അധികാരമേൽക്കുന്നത് അന്റോണിയോ സെഗുരോ ആണ്. 2026 ഫെബ്രുവരിയിൽ പോർച്ചുഗൽ പ്രസിഡന്റായി അധികാരമേൽക്കുന്നത് അന്റോണിയോ സെഗുരോ. അടുത്തത് ഇന്ത്യയുടെ അടുത്ത ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 4ലെ ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ച സ്ഥലം ഏതാണ്? MM4 ആണ്. MM4. ചന്ദ്രയാൻ 4 വിക്ഷേപിക്കുന്നത് എന്നാണ്? 2028 ചന്ദ്രയാൻ 4 വിക്ഷേപിക്കുന്നത്. ചന്ദ്രനിലെ ഏറ്റവും നീളം കൂടിയ പർവ്വം ഏതാണ്? മോൺസ് മുഡോൺ ആണ്. മോൺസ് മുഡോൺ. അടുത്തത് SIR സംബന്ധിച്ച എല്ലാ നടപടികളും പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ആദ്യ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച എല്ലാ നടപടികളും പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ആദ്യ ജില്ല ആലപ്പുഴ. അടുത്തത് പാസഞ്ചർ ട്രെയിനുകളിലും അൺറിസർവ്ഡ് കോച്ചുകളിലും യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കാനും സീസൺ പാസ് പുതുക്കാനും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാനും റെയിൽവേ ആരംഭിച്ച പുതിയ ആപ്പ് ഏതാണ്? റെയിൽ 1 ആപ്പാണ്. റെയിൽ 1 ആപ്പ്. പാസഞ്ചർ ട്രെയിനുകളിലും അൺറിസർവ്ഡ് കോച്ചുകളിലും യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കാനും സീസൺ പാസ് പുതുക്കാനും പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാനും റെയിൽവേ ആരംഭിച്ച പുതിയ ആപ്പ് ഏതാണ്? റെയിൽ 1 ആപ്പ്. അടുത്തത് പരീക്ഷാകാലത്തെ കുട്ടികളിലെ മാനസിക സമ്മർദ്ദവും പഠനഭാരവും കുറയ്ക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ ഏതൊക്കെയാണ്? ചിരി പദ്ധതിയും ഹോപ്പ് പദ്ധതിയുമാണ്. പരീക്ഷാകാലത്തെ കുട്ടികളിലെ മാനസിക സമ്മർദ്ദവും പഠനഭാരവും കുറയ്ക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ ഏതൊക്കെയാണ്? ചിരി പദ്ധതി, ഹോപ്പ് പദ്ധതി. ചിരി പദ്ധതി നോക്കി കേരള പോലീസിൻ്റെ ഹെൽപ്പ് ലൈൻ പദ്ധതിയാണേത്? ചിരി പദ്ധതി. കേരള പോലീസിൻ്റെ ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ് ചിരി പദ്ധതി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനൊപ്പം സുരക്ഷയും ഉറപ്പാക്കും. ഫോണിലൂടെയും കൗൺസിലിംഗ് ലഭ്യമാകുകയും ചെയ്യും. പദ്ധതി ആരംഭിച്ചത് 2021 മുതലാണ്. അടുത്തത് ഹോപ്പ് പദ്ധതിയാണ്. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവർക്ക് സഹായം നൽകുന്നു. പഠന ഫീസ് പദ്ധതിയിൽ നിന്നും നൽകും. അതാണ് ഹോപ്പ് പദ്ധതി. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചവർക്കുള്ള സഹായമാണ് ഹോപ്പ് പദ്ധതി വഴി നടക്കുന്നത്. ഇനി 2026 കേരള കാളിദാസ കേരളവർമ്മ സാംസ്കാരിക വേദിയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KS രതീഷ്. 2026 കേരള കാളിദാസ കേരളവർമ്മ സാംസ്കാരിക വേദിയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് KS രതീഷ്. പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? മാളം എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് KS രതീഷിന് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് പാർലമെന്റിൽ ഭരണപ്രതിപക്ഷ പോരിനിടയാക്കിയ കരസേന മുൻ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ പുസ്തകം ഏതാണ്? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. മനോജ് മുകുന്ദ് നരവനെയുടെ പുസ്തകം 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ബംഗ്ലാദേശിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കുള്ള തീരുവ US എത്ര ശതമാനമായാണ് കുറച്ചത്? 19%. ബംഗ്ലാദേശിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കുള്ള തീരുവ US എത്ര ശതമാനമായാണ് കുറച്ചത്? 19%. കേരള സർക്കാരിലെ ഓൺലൈൻ ടാക്സി സർവീസ് ഏതാണ്? കേരള സവാരി. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസ് ഏതാണ്? കേരള സവാരി. കേരള സഫാരിയുടെ ഗുഡ്വിൽ അംബാസിഡറായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? സഞ്ജു സാംസൺ ആണ്. കേരള സഫാരിയുടെ അംബാസിഡറായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. ജോലിസ്ഥലത്ത് അല്ലാതെയോ ആകസ്മികമായി മരണപ്പെടുന്ന തൊഴിലാളിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം ലഭ്യമാക്കുന്ന സർക്കാർ പദ്ധതി ഏതാണ്? രക്ഷാകവചം. ജോലിസ്ഥലത്ത് അല്ലാതെയോ ആകസ്മികമായി മരണപ്പെടുന്ന തൊഴിലാളികളുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം ലഭ്യമാക്കുന്ന സർക്കാർ പദ്ധതി ഏതാണ്? രക്ഷാകവചം. 2026 ഫെബ്രുവരിയിൽ സർക്കാർ പൊതുപരിപാടിയിലും സ്കൂൾ അസംബ്ലിയിലും നിർബന്ധമാക്കി ജനഗണമനയ്ക്ക് തുല്യമായ പദവി നൽകി നമ്മുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. ആലാപന ദൈർഘ്യം എത്രയാണ്? 3 മിനിറ്റ് 10 സെക്കൻഡുമാണ്. 3 മിനിറ്റ് 10 സെക്കൻഡും.
അടുത്തത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് 50 വയസ്സ്. അപ്പം 50 വർഷം തികച്ച ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 1976 ഫെബ്രുവരി 12-നാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നാടിന് സമർപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി നാടിന് സമർപ്പിച്ചത്. അടുത്തത് രാജ്യാന്തര സന്നദ്ധ സംഘടന ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 91. രാജ്യാന്തര സന്നദ്ധ സംഘടന ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ അഴിമതി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 91. ഒന്നാം സ്ഥാനം ആർക്കാണ്? ഡെൻമാർക്ക്. രണ്ടാം സ്ഥാനം ഫിൻലാൻഡ്, സിംഗപ്പൂർ. ഒന്നാം സ്ഥാനം ഡെൻമാർക്ക്, രണ്ടാം സ്ഥാനം ഫിൻലാൻഡ്, സിംഗപ്പൂർ. ഇന്ത്യയുടെ സ്ഥാനം 91. ഇനി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതി സ്ത്രീ സുരക്ഷാ പദ്ധതി. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് പ്രതിമാസം നൽകുന്ന തുക എത്രയാണ്? 1000 രൂപയാണ്. പ്രായം എത്രയാണ്? 35 മുതൽ 60 വയസ്സ് വരെയാണ്. 35 മുതൽ 60 വയസ്സ് വരെ. അടുത്തത് ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമാക്കി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭിന്നശേഷി ഗ്രാമം ഇൻ്റഗ്രേറ്റ്സ് റീഹാബിലിറ്റേഷൻ വില്ലേജ് ആരംഭിക്കുന്നത് എവിടെയാണ്? ആദവനാടാണ്. ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമാക്കി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭിന്നശേഷി ഗ്രാമം ഇൻ്റഗ്രേറ്റസ് റീഹാബിലിറ്റേഷൻ വില്ലേജ് ആരംഭിക്കുന്നത് എവിടെയാണ്? ആദവനാട്. അടുത്തത് ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയത്തിൻ്റെ ആദ്യ മൊഡ്യൂൾ ISR വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നതെന്നാണ്? 2028-ലാണ്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയത്തിൻ്റെ ആദ്യ മൊഡ്യൂൾ ISR വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് 2028-ലാണ്. ISROയുടെ ചെയർമാനാണ് B. നാരായണനാണ്. ഇനി അടുത്തത് 2025 ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനമാണ്. 7.6%. 2025 ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനത്ത് കേരളത്തിൻ്റെ സ്ഥാനം 2ാം സ്ഥാനം. 1ാം സ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡിനാണ് 1ാം സ്ഥാനം. അടുത്തത് സ്ത്രീകൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം 1ാമതാണ്. സ്ത്രീകൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം 1ാമതാണ്. അടുത്തത് കേരളത്തിൽ ഒരു ഡാം റിസർവറിന് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ പാലം ഏതാണ്? അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലം. അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലമാണ് കേരളത്തിൽ ഒരു ഡാം റിസർവറിന് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ പാലം. അമ്പൂരി കുമ്പിച്ചൽക്കടവ് പാലം. ഇനി പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സേവാ തീർത്ത്. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് സേവാ തീർത്ത്. ധനപ്രതിരോധ മന്ത്രാലയങ്ങളുടെ പുതിയ ആസ്ഥാനം കർത്തവ്യഭവൻ. ധനപ്രതിരോധ മന്ത്രാലയങ്ങളുടെ പുതിയ ആസ്ഥാനം ഏതാണ്? കർത്തവ്യഭവൻ. രാഷ്ട്രപതി ഭവന് മുന്നിൽ റെയ്സീന കുന്നിലെ പ്രധാനമന്ത്രിയുടെയും ധനപ്രതിരോധ മന്ത്രാലയങ്ങളുടെ അധികാര കേന്ദ്രങ്ങളുമായ നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ ഇനി മുതൽ അറിയപ്പെടുന്നത് യുഗിൻ ഭാരത് മ്യൂസിയം. രാഷ്ട്രപതി ഭവൻ മുന്നിൽ റെയ്സീന കുന്നിലെ പ്രധാനമന്ത്രിയുടെയും ധനപ്രതിരോധ മന്ത്രാലയങ്ങളുടെ അധികാര കേന്ദ്രങ്ങളുമായ നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ ഇനി മുതൽ അറിയപ്പെടുന്നത് യുഗിൻ ഭാരത് മ്യൂസിയം എന്നാണ്. അടുത്തത് 2026 ഫെബ്രുവരിയിൽ 114 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ ഏത് രാജ്യവുമാണ് കരാറായത്? ഫ്രാൻസുമായാണ് കരാറായത്. 114 റാഫേൽ യുദ്ധവിമാനങ്ങളാണ്. 96 എണ്ണം മേക്ക് ഇൻ ഇന്ത്യയിൽ തദ്ദേശീയ ഘടകങ്ങളുടെ നിർമ്മിക്കാൻ സാങ്കേതികവിദ്യ കൈമാറും. റാഫേലിൻ്റെ അത്യാധുനിക പതിപ്പായ F5 18 വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് 2030 ഇന്ത്യയിൽ എത്തിക്കും. റാഫേലിൻ്റെ അത്യാധുനിക പതിപ്പായ F5 18 വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നും 2030 ഇന്ത്യയിൽ എത്തിക്കും. അടുത്തത് ഭൗതിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാർക്കായി രാജ്യത്തെ ആദ്യ പാഠ്യപദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഭൗതിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാർക്കായി രാജ്യത്തെ ആദ്യ പാഠ്യപദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഇംഗ്ലീഷിലും മലയാളത്തിലും പുറത്തിറക്കിയ പാഠ്യപദ്ധതിയിലെ പുസ്തകം ഏതാണ്? ലീപ്പ് എഹെഡ്. ഇംഗ്ലീഷിലും മലയാളത്തിലും പുറത്തിറക്കിയ പാഠ്യപദ്ധതിയുടെ പുസ്തകം ലീപ്പ് എഹെഡ് എന്നാണ്. അടുത്തത് ULCCS ഫൗണ്ടേഷനും നബാർഡും സംയുക്തമായി നടപ്പാക്കുന്ന പാഠ്യപദ്ധതി ഏത് പദ്ധതിയുടെ ഭാഗമാണ്? സർഗശേഷി പദ്ധതിയുടെ ഭാഗമാണ്. ULCCS ഫൗണ്ടേഷനും നബാർഡും സംയുക്തമായി നടപ്പിലാക്കുന്ന പാഠ്യപദ്ധതി ഏത് പദ്ധതിയുടെ ഭാഗമാണ്? സർഗശേഷി പദ്ധതിയുടെ ഭാഗമാണ്. അടുത്ത ചോദ്യം, SSLC +2 പരീക്ഷകൾ അടുത്തിരിക്കെ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് കേരള പോലീസ് ആവിഷ്കരിച്ച ഏകീകൃത ഹെൽപ്പ് ഡെസ്ക് പദ്ധതി ഏതാണ്? ചിരി. SSLC +2 പരീക്ഷകൾ അടുത്തിരിക്കെ വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് കേരള പോലീസ് ആവിഷ്കരിച്ച ഏകീകൃത ഹെൽപ്പ് ഡെസ്ക് പദ്ധതി ഏതാണ്? ചിരി. അടുത്തത്, ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് കിളിമഞ്ചാരോയിലെ ഉഹുരു കൊടുമുടിക്ക്
ഒറ്റയ്ക്ക് ഏറ്റവും വേഗത്തിൽ കയറി റെക്കോർഡ് സൃഷ്ടിച്ച ഇന്ത്യൻ പർവ്വതാരോഹി ആരാണ്? ജ്യോതി ശർമ്മ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് കിളിമഞ്ചാരോയിലെ ഉഹുരു കൊടുമുടി ഒറ്റയ്ക്ക് ഏറ്റവും വേഗത്തിൽ കയറി റെക്കോർഡ് സൃഷ്ടിച്ച ഇന്ത്യൻ പർവ്വതാരോഹക ജ്യോതി ശർമ്മ. ഉഹുരു കൊടുമുടി ഉയരം എത്രയാണ്? 5895 കിലോമീറ്ററാണ്. 5895 മീറ്ററാണ് ഉഹുരു കൊടുമുടിയുടെ ഉയരം. 5895 മീറ്റർ. ഈ ജ്യോതി ഉഹുരു കൊടുമുടി കീഴടക്കിയത് എത്ര സമയം എടുത്താണ്? 2 ദിവസം 19 മണിക്കൂറും 44 മിനിറ്റും എടുത്താണ്. 2 ദിവസം 19 മണിക്കൂർ 44 മിനിറ്റ്. അടുത്ത് 2026 ഫെബ്രുവരിയിൽ വാട്സപ്പിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? റഷ്യയാണ്. 2026 ഫെബ്രുവരിയിൽ വാട്സപ്പിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം റഷ്യ. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാട്സപ്പിന് പകരം ഉപയോഗിക്കാൻ റഷ്യ നിർദ്ദേശിച്ച ഔദ്യോഗിക മെസ്സഞ്ചർ ആപ്പ് ഏതാണ്? മാക്സ് ആണ്. മാക്സ്. വാട്സപ്പിന് പകരം ഉപയോഗിക്കാൻ റഷ്യ നിർദ്ദേശിച്ച ഔദ്യോഗിക മെസ്സഞ്ചർ ആപ്പ് ഏതാണ്? മാക്സ് ആണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആരാണ്? ആലിൻ ഷെറിൻ. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിൻ ഷെറിൻ ആണ്. തമിഴ്, ബ്രാഹ്മിയും പ്രാകൃതവും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളിലെ ശിലാലിഖിതങ്ങൾ അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? ഈജിപ്തിലെ പുരാതന ശവകുടീരങ്ങളിൽ നിന്നാണ് തമിഴ്, ബ്രാഹ്മിയും പ്രാകൃതവും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളിലെ ശിലാലിഖിതങ്ങൾ ഗവേഷകർ കണ്ടെത്തിയത് ഈജിപ്തിലെ പുരാതന ശവകുടീരങ്ങളിൽ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇലക്ട്രിക് ട്രാം പദ്ധതി ആരംഭിക്കുന്ന സൗദി അറേബ്യയിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? അൽ ഉല, സൗദി അറേബ്യ. അൽ ഉല, സൗദി അറേബ്യ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇലക്ട്രോണിക് ട്രാം പദ്ധതി ആരംഭിക്കുന്ന സൗദി അറേബ്യയിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? അൽ ഉല, സൗദി അറേബ്യ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് പുതിയ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.